ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബ്രെയിൻ. ഷിബിൻ സാറാണ്. അപ്പോൾ SSLC ഫിസിക്സിന് ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വേഗം ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പർ ലിമിറ്റ് ഓഫ് എ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എ ബാറ്റ് ക്യാൻ ഹിയർ 100 ഹെഡ്സ് ടു 120 കിലോ ഹെഡ്സ്. സോ വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? മാക്സിമം വേവ് ലെങ്ത് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 350 മീറ്റർ പെർ സെക്കൻഡ്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി 120 കിലോ ഹെഡ്സ് എന്നല്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യന് പരിഗണിക്കുന്നത്. 100 ഹെഡ്സ് മുതൽ ശ്രദ്ധിക്കണേ, 100 ഹെഡ്സ് മുതൽ 120 കിലോ ഹെഡ്സ് എന്നാണ് കേട്ടോ. 100 ഹെഡ്സ് മുതൽ 120 കിലോ ഹെഡ്സ് എങ്കിൽ പരമാവധി എത്ര തരംഗദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കും? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ തന്ന സാധനങ്ങൾ ആദ്യം എഴുതിയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പരിപാടി അല്ലേ. അപ്പോൾ നോക്കി നോക്കാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്ര മുതൽ എത്ര വരെയാണ് തന്നിട്ടുള്ളത്? 100 ഹെഡ്സ് മുതൽ 120 കിലോ ഹെഡ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നോക്കി നോക്കാം. വെലോസിറ്റി തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ്. നമ്മോട് ചോദിച്ചതിലാണ് ഇമ്പോർട്ടൻസ്. നോക്കി നോക്കാം. വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ശരി, വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് വേവ് ലെങ്താണ് ചോദിച്ചിരിക്കണേ? മാക്സിമം വേവ് ലെങ്ത് അല്ലേടാ. പരമാവധി തരംഗദൈർഘ്യമല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലാംഡ മാക്സ് ആണ്. ഇങ്ങനെ തന്നെ എഴുതണം. മാക്സിമം വേവ് ലെങ്ത് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാവും ലാംഡ മാക്സ് എന്ന് എഴുതുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇനി എല്ലാവരും മനസ്സിലാക്കി വെച്ചു കേട്ടോ. നമുക്കറിയണ ഒരു ഇക്വേഷന് വേവ് ലെങ്ത് വെച്ചുകൊണ്ട് 10ാം ക്ലാസ് ഫിസിക്സിൽ 1ാം പാഠത്തിൽ ആകെ ഒരു ഇക്വേഷൻ ഉള്ളത് ഏതാ? V = F ലാംഡ അല്ലേ? V = F ലാംഡ. എടാ, ഈ V = F ലാംഡയിൽ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ. ഇവിടെ പറയണത്, ഇവിടെ നോക്കി നോക്കാം. നമുക്ക് ആർക്കൊക്കെ 2 സംഖ്യകൾ തന്നിട്ടുള്ളത്? എഫിന് എന്ത് തന്നിട്ടുണ്ട്? 2 സംഖ്യകളുണ്ട്. 100 മുതൽ 120 കിലോ ഹെഡ്സ് ഉള്ള ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വെലോസിറ്റി കൊല്ലും 350 മാത്രമേ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എന്താ വെച്ചാൽ ഇവിടെ V എന്ന് പറഞ്ഞ സാധനം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങോട്ട് ചോദിക്കാണ്, ലാംഡ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഥവാ ഫ്രീക്വൻസി എത്ര എടുത്താലാണ് ലാംഡ മാക്സിമം കിട്ടുക? എപ്പോൾ? വെലോസിറ്റി 350 എടുക്കാൻ പാടുള്ളൂ, എങ്കിലും ലാംഡ മാക്സിമം കിട്ടണം. ഇപ്പോൾ പഠിച്ചു വെച്ചോടാ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. പഠിച്ചു വെച്ചോ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്താണ്? വെലോസിറ്റി സ്ഥിരമാണ് അഥവാ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാംഡ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്താവണം? കുറവാവണം. പഠിച്ചു വെച്ചോ. ഫോർ ലാംഡ മാക്സ് എഫ് എന്താവണം? കുറവാവണം. പഠിച്ചു വെച്ചോ കേട്ടോ. ഫോർ ലാംഡ മാക്സ് എഫ് എന്താവണം? കുറവാവണം. അഥവാ ലാംഡ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് എന്തെടുക്കണം? ഏറ്റവും കുറവുള്ളത് എടുക്കണം. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് ചെയ്താൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V = F ലാംഡല്ലേ നമ്മൾ ഇക്വേഷന്. അവിടെ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ലാംഡയാണ് കണ്ടെത്തേണ്ടത്. ലാംഡനെ ഇവിടെ ഒറ്റക്കാക്കുക. ലാംഡനെ ഒറ്റക്കാക്കിയാൽ എന്താ കിട്ടുന്നുണ്ടാവുക? അപ്പുറത്ത് ആരുണ്ട്? V ഉണ്ട്. അടിയിൽ ആരുണ്ട്? F ഉണ്ട്. നീ ശ്രദ്ധിച്ചോ കേട്ടോ. V നമുക്ക് ഏതെങ്കിലും സംഖ്യ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ പറഞ്ഞിരിക്കണം. എത്ര എടുക്കാൻ പറ്റുള്ളൂ? 350 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ F എത്ര എടുക്കേണ്ടി വരും? ഇനി പറയട്ടോ, F എത്ര എടുക്കേണ്ടി വരിക? നമുക്കറിയാം V = F ലാംഡയാണ്. V എന്ന് പറഞ്ഞത് ഒരു സംഖ്യ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. V അവിടെ കോൺസ്റ്റൻ്റാണ്. F കൂടുതൽ എടുക്കാനാണെങ്കിൽ കുറവുള്ളത് എടുക്കാം. എപ്പോഴാണ് ലാംഡ കൂടുതൽ കിട്ടുക? F കുറവുള്ള സംഖ്യ എടുക്കുമ്പോഴല്ലേ. ഇപ്പം നമ്മൾ പറ 100 എടുക്കണോ 120 കിലോ ഹെഡ്സ് എടുക്കണോ? മനസ്സിലാക്കി വെച്ചോ. 100 എടുത്താൽ മതി. 100 എടുത്താൽ എന്താ കിട്ടുന്നുണ്ടാവുക? അവിടെ ഒന്ന് പറഞ്ഞാൽ 0 വെട്ടിപ്പോവും. പിന്നെ എന്താ കിട്ടുന്നുണ്ടാവുക? 35/10 അല്ലേ? 35/10 പറഞ്ഞാൽ 3.5. യൂണിറ്റ് എന്താ വരിക? ലാംഡയാണല്ലോ. ലാംഡൻ യൂണിറ്റ് മീറ്റർ. അപ്പോൾ 3.5 മീറ്റർ എന്നാണ് ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക. ബുദ്ധിമുട്ടുണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാവുക? F 2 തന്നിക്കും, V തന്നിട്ടുണ്ടാവും, ലാംഡ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ലാംഡ മാക്സിമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓണം എക്സാം ആവട്ടെ, മിഡ് ടേം എക്സാം ആവട്ടെ, ലാംഡ മാക്സിമേ ചോദിക്കുള്ളൂ. മാക്സിമം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്ന Fൽ ഏറ്റവും കുറവുള്ള F എടുക്കുക. ഓക്കെ, അങ്ങനെ F എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കമൻറ്റിൽ നിങ്ങൾ എത്ര കിട്ടണമെന്നുള്ളതൊന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്.